കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഈ രാവിലെ സമയം ഒരുക്കി കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങൾ, ചില ആഴ്ചകളെന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞില്ല, കയറുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഞാനില്ലാത്തത് കൊണ്ട് പ്രാർത്ഥന നിന്നുപോകാതെ നിങ്ങൾ ആ പ്രാർത്ഥനയിൽ ഉത്സുകരാകുകയും പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവർക്കുമുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഹേമസിസ്റ്റർ പല ദിവസങ്ങൾ ലീഡ് ചെയ്തു, പിന്നെ ആരാ ലീഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗ്രേസ് ടീച്ചർ, അതുപോലെ ഡേയ്സ് പാലീക്കലുള്ള സിസ്റ്ററൊക്കെ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ കരം നമ്മുടെ മേൽ കർത്താവ് സ്പർശിക്കുകയും നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ചലിക്കുകയും ചെയ്തതിനോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ നിർമ്മല ആൻറ്റിയുടെ മകൻ്റെ വിവാഹം ഏറ്റവും നന്നായിട്ട്, ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടത്തപ്പെട്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അതിനകത്ത് പങ്കെടുക്കുവാനായിട്ട് കർത്താവ് സാവകാശം നൽകി. നമുക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയൊരു വേദനയുള്ള കാര്യമായിരുന്നു നമ്മുടെ റീത്ത സിസ്റ്ററുടെ മകള് സ്നേഹയുടെ വിവാഹകാര്യം. കുറേ കാലമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറേ പേരുടെ കാര്യങ്ങൾ നമ്മുടെ അകത്തൊരു വേദന കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയ സ്നേഹ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ കാര്യങ്ങളിൽ കർത്താവിൻ്റെ കരം അനുകൂലമാക്കി. അടുത്ത ദിവസങ്ങളിൽ, അതിൻ്റെ ഡേറ്റ് പ്രിയ മോളിന് പറഞ്ഞത് കർത്താവ് വിഷയത്തിൽ കർത്താവിൻ്റെ കരം അനുകൂലമാക്കി. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇനിയും കർത്താവിൻ്റെ കർത്താവ് അനുകൂലമാക്കേണ്ടതായിട്ടുണ്ട്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക എന്ന ഒരു തലം ഇവിടെയാണ് നമ്മുടെ നടുവിൽ തുറന്നു വരേണ്ടതിന്. ദൈവം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ മറുപടികൾ തുറക്കുവാനായിട്ട് അല്പസമയമെടുക്കാം. പക്ഷേ വിശുദ്ധന്മാരുടെ പ്രത്യേകത, അവർ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അവർക്ക് വേണ്ടി കർത്താവ് അനുകൂലമാക്കും. പാലിക്കലുള്ള ഡെയ്സി സിസ്റ്ററുടെ മകളുടെ കല്യാണവും വിവാഹവും കഴിഞ്ഞ ശനിയാഴ്ച നടത്തപ്പെടുവാനായിട്ട് കർത്താവ് സാവകാശം നൽകി. നമ്മുടെ തലമുറകളുടെ മേൽ കർത്താവ് നൽകുന്ന ആശ്വാസങ്ങൾക്ക്, വിടുതലുകൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കലാലയങ്ങളിലേക്ക് പോകുവാനായിട്ട് ആരംഭിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് പോകാത്തവരും ഉണ്ട്. എന്നാൽ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒട്ടുമിക്ക മേഖലകളിലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ടീച്ചർമാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ. ഇപ്പോൾ പിള്ളേരൊക്കെ കൂടുതൽ കാര്യം പഠിക്കാനുള്ളത് ടീച്ചർമാർക്കാണ്. ടീച്ചർമാരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കും കുഞ്ഞുങ്ങളുമായിട്ട് സന്ധിക്കുവാനായിട്ട്, അവരെ പഠിപ്പിക്കുമ്പോൾ പഠനം മാത്രമല്ല, പിന്നെ അപ്പുറത്ത് ക്രിസ്തുവിലുള്ള ചില വെളിപ്പാടുകൾ കഴിയുന്ന കുഞ്ഞുങ്ങളിലേക്കൊക്കെ കർത്താവ് പകരുവാനായിട്ട് കർത്താവ് നമ്മുടെ അധ്യാപികമാരെയും സഹായിപ്പം. നമ്മുടെ ഇടയിൽ കുറച്ച് പേര് അധ്യാപികമാരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ. നമുക്കവരൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അധ്യാപികമാരെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം നമുക്ക് 1 മിനിറ്റ് നേരം നമുക്ക് അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്കിന്ന് ദൈവവചനം ധ്യാനിച്ചുള്ള പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ അധ്യാപികമാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചിനകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പഠനം ആരംഭിക്കുമെന്നൊരു തീരുമാനം കുഞ്ഞുങ്ങളെല്ലാം എടുത്തിരുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അധ്യാപികമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഒരു വല്ലാത്ത കാലത്താണ് നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സെൻറ്ററിൻ്റെ മീറ്റിംഗൊക്കെ നടന്നപ്പോൾ അവിടെ ഒരു സ്കൂൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ അധ്യാപകൻ, ഷലോം എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ജെയിംസ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കലാലയത്തിൻ്റെ മുമ്പിലാണ് മയക്കുമരുന്നുകൾ, അത് രാസവസ്തുക്കളൊക്കെയുള്ള മയക്കുമരുന്നുകൾ വിതരണവുമായിട്ട് സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊരു വലിയ മേഖലകളാണ് ഫേസ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അവരെ ദൈവിക സംരക്ഷണത്തിൻ്റെ മറവിൽ മറയ്ക്കും. യോബിനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും ദൈവം വേലുകെട്ടി പരിപാലിച്ചിരുന്നു. അതുകൊണ്ട് അടുത്ത 1 മിനിറ്റ് നേരം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ കർത്താവ് അവരുടെ മേൽ കൃപ പകരണം, ദൈവിക ജ്ഞാനം അവരുടെ മേൽ തുറക്കണം, ദൈവ മഹത്വം
മഹത്വം അവരുടെ മേൽ തുറക്കണം. അവർക്ക് ആരോഗ്യം നൽകണം. ഒരു പകർച്ചവ്യാധി നമ്മുടെ കുഞ്ഞുങ്ങളെ തുടരുത്. പഠിപ്പാൻ ആവശ്യമായ കൃപ കൊടുക്കണം. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞത്, കഴിയുന്നവർ അവരവരുടെ സ്കൂളുകളിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. എല്ലാ നിലയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകണം. കുഞ്ഞുങ്ങൾ നിമിത്തം, നമ്മുടെ കുഞ്ഞുങ്ങൾ നിമിത്തം, നമ്മുടെ മക്കൾ നിമിത്തം, അത് ചെറിയ കുഞ്ഞുങ്ങളാകട്ടെ വലിയവരാകട്ടെ, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, അവരൊക്കെ നിമിത്തം കർത്താവ് ഒരു വലിയ കൂട്ടത്തെ കർത്താവ് സ്പർശിക്കേണ്ടവന് 1 മിനിറ്റ് നേരം എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് നേരം എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷഖനബദന ലാംദൽ പ്രൗഷസ്കനാദിരാധന പ്രൗഷസ്കനാദിരാധന മൈക്കിലെല്ലാം 1 മിനിറ്റ് നേരം എല്ലാവരും ടീച്ചർമാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഒരു നല്ല തുടക്കം എല്ലാവർക്കും നൽകേണ്ടവനായിട്ട് ഷാബാന റബഷസ്കനാദിന കർത്താവ് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അധ്യാപികമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ കൊടുത്ത് ആ കലാലയത്തിലുള്ള അടുത്ത തലമുറയെ സ്വാധീനിക്കുന്ന ഷാബാനാദന ഹർഷസ്കനാദിന ഒരു തലം ദൈവാത്മ തുറന്നു കൊടുക്കണവനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഷാഖാരാഭന രഗഷസ്കനാദിരാധന പ്രൗഷഭന ഘടകധന രഗഷസ് ജിബല പനാബിരാപന പ്രൗഢവന ഘടകധന രഗഷസ് കമ്പ പ്രൗഢവന ഘടകധനം അന്തരാതിരാര ഘടക ശസ്കനായിര പ്രൗഢവന ഘടകജനകദുരവന ഘടകജനം നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് UAE കുഞ്ഞുങ്ങൾക്ക് സമ്മർ വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വീടുകളിൽ ഭവനങ്ങളിൽ ഒറ്റയ്ക്കാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് വചനത്തിലെ ഒരു ഭാഗം ധ്യാനിച്ച് നമ്മൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഒരാൾക്ക് ഈ വാക്യം വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമെങ്കിൽ വായിച്ചാൽ നന്നായിരുന്നു. വായിച്ചു. വായിച്ചയാൾ വായിച്ചു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നും കൂടെ വായിച്ചോ മോളെ ബ്രൈറ്റി. ക്രിസ്തുവിൽ ഞങ്ങളെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? പറ്റുന്നവരെല്ലാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും നിങ്ങൾ മൈക്കുകൾ മറ്റുള്ളവരെ അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വാക്യം വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ ജയം മാത്രമല്ല കേട്ടോ, ജയോത്സവമായി നടത്തുന്ന ദൈവം. അതെന്താ അങ്ങനെ പറഞ്ഞ് ജയോത്സവമായി നടത്തുക എന്ന് പറഞ്ഞ്? ജയോത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി, 2 ടീമുകൾ തമ്മിൽ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിൽ ജയിക്കുന്ന ടീം ആഘോഷിക്കുന്ന ആഘോഷമാണ് ജയോത്സവം. 2 രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ കളികൾ നടക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ യുദ്ധമൊക്കെ നടന്നു കഴിയുമ്പോൾ, ജയിച്ചു കഴിയുമ്പോൾ, ജയോത്സവം നടത്തി കഴിയുമ്പോൾ തോറ്റ സൈന്യത്തിൻ്റെ
തോറ്റ രാജ്യത്തിൻ്റെ രാജാവിനെ ബന്ധിച്ച്, സൈന്യാധിപനെ ബന്ധിച്ച് ഈ ജയോത്സവം നടത്തുന്ന ഇതിൻ്റെ മുമ്പിൽ കെട്ടിയിട്ട് കൊണ്ടുപോകും. ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഒന്ന് പറയാമോ അങ്ങനെ? ഇതൊരു പുതിയ മാസം, നമുക്ക് ഇന്നലെ പുതിയ മാസം നമുക്ക് തുടങ്ങി. ജൂൺ മാസം 6ാമത്തെ മാസം ഇന്നലെ തുടങ്ങി. 2025 6ാമത്തെ മാസം ഇന്നലെ തുടങ്ങി. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് ഇന്നലെ രാവിലെ പ്രാർത്ഥനയില്ലായിരുന്നതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു പുതിയ മാസത്തിൻ്റെ പ്രാരംഭ പ്രഭാതത്തിൽ ഒന്ന് ധൈര്യത്തോടെ ഇരുന്ന് പറയാമോ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ട്. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ട്. ഓ റാഭ ഹർഷസ്കനാദിരാധന അന്തൽ ഘടകധന. അത് വെളിപ്പാടിലാകാനൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞോ കേട്ടോ. വെളിപ്പാടിലാകാൻ അങ്ങനെ പറയണം കേട്ടോ. അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞോ കേട്ടോ. ലാഭ റബഷസ്കനാദിനാഥന. തോറ്റു തുന്നം പാടാനല്ല, പരാജയപ്പെട്ട് ജീവിക്കാനല്ല. ഷാബന. എപ്പോഴും ആ പദം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ട്. ഷാബാന ഹത്തൽ ഘടകധന. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ ജീവിതം ജയമാകുമെന്ന് പറ. റാഭാന ശസ്കനാദിനാഥന രത്തൽ ഘടകധന വായിഷ പ്രൗഢമന ഘടകധന അന്തൽ ഘടകധന വായിഷ പ്രൗഢമന ഘടകധന അന്തൽ ഘടക. എല്ലാം മൈക്കോൺമിട്ട് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. നോറബൽ ഘടകപന. ജയം നമുക്ക് ഉറപ്പാണ്. ഷാബല. ഇന്ന് നീ തോറ്റുവെന്ന് തോന്നുന്ന അവസ്ഥകളുടെ നടുവിലൂടെയാണ് മടക്കുന്നതെങ്കിലോ, ഇന്ന് നീ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നതിന്റെ നടുവിലൂടെയാണ് മടക്കുന്നതെങ്കിലോ, നീ ക്രിസ്തുവിലാണെങ്കിൽ തോൽവിയില്ല കേട്ടോ. തോൽവിയില്ല കേട്ടോ. പരാജയം ഇല്ല കേട്ടോ. ഷാബ ലിബാന അംദൽ പ്രൗഷമന ഹത്തൽ പ്രൗഢമന ഘടകധനം. ലാബൽ കനാദിനാദന പ്രൗഷമന ഘടകധനാദിക പ്രൗഷസ്കനാദിനാദനം വൈഡ പ്രൗഢമന ഘടകധന വേദ പ്രൗഷമന ഘടകദുരവന ഘടകധനം. ലബൽ ഘടകധന വായിഷ പ്രൗഢമന ഹത്തുരാഭിരാപനാര ഘടകധന ജബൽ പ്രൗഷമന ഘടകധനാരകശസ്കരാഭിരാപനാര ഘടകധനം. ഈ സ്പിരിച്വൽ റിലത്തിനകത്ത് ഇതെന്തിനാ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന അറിയാമോ? സ്പിരിച്വൽ റിലത്തിനകത്ത് നിങ്ങൾ എന്ത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അത് നിങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചതായിരിക്കും. നിങ്ങൾക്കിതുണ്ട്, നിങ്ങൾക്ക് ഈ റിസോഴ്സസുകൾ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ജയമാകാനുള്ളത് മുഴുവൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ സത്യം കാണുകയോ അത് വിശ്വസിക്കുകയോ പ്രഖ്യാപിക്കുകയോ ആ തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, മൈൻഡ് സെറ്റിനെ മാറ്റുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിൽ ജീവിക്കും. ഇവിടെ നോക്കിയേ, നിങ്ങൾ ജയിക്കുമെന്നതിൻ്റെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? അവിടെ പുതിയ നിയമത്തിൽ ഇത് പൗലോസ് പറഞ്ഞതിൻ്റെ ഗ്യാരണ്ടി, പഴയ നിയമത്തിൽ അമാലേക്യർ ഇസ്രായേൽ മക്കളുമായിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു വാക്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒന്ന് വായിച്ചേ മോളെ, ബ്രൈറ്റ് തന്നെ വായിച്ച്. പലരും വായിക്കുമ്പോൾ അത് വീണ്ടും നിർത്തി വായിക്കേണ്ടി വരുന്നത് കൊണ്ട് ബ്രൈറ്റ് തന്നെ അതിൻ്റെ 15-ാം വാക്യം വായിച്ച്. 15-ാം വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവദാസനായ മോശ അമാലേക്യരുമായിട്ട് ഇസ്രായേൽ മക്കൾ നടന്ന യുദ്ധത്തിൽ ദൈവം അവർക്ക് ജയം നൽകി. ദൈവം അവർക്ക് ജയം നൽകി. ജയം നൽകിയപ്പോൾ മോശ ഇട്ട പേരാണ് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. യഹോവ, ഞാനതിനിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാം. യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ് കേട്ടോ. ദൈവം എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ് കേട്ടോ.
ഇന്ന് രാവിലെ ഈ പുതിയ മാസം നമുക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ കലാലയങ്ങളിൽ പോകുന്നു, നമ്മുടെ സഹോദരിമാർ പുതിയ അധ്യയനം ആരംഭിക്കുന്നു, നമ്മുടെ ജീവിതത്തിലൊരു പുതിയ മാസം ആരംഭിക്കുന്നു. യഹോവ ഇതിൻ്റെ നടുവിൽ എനിക്കൊരു ജയത്തിൻ്റെ കൊടിയായിരിക്കും. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നടന്നു പോകുന്ന യുദ്ധങ്ങളുടെ മടുവിൽ ദൈവം നിങ്ങൾക്ക് ആലോചന പറഞ്ഞു വരാൻ തുടങ്ങും. ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ളത്. കണ്ടോ, നിങ്ങൾ വായിച്ചു നോക്കിയേ. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും. കൈ താഴ്ത്തിരിക്കുമ്പോൾ അമാലേക്ക്, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കളോട് അമാലേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ദൈവം ഈ യുദ്ധത്തിൽ ജയിക്കാനുള്ള യുദ്ധതന്ത്രം തുറന്നു കൊടുക്കാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതം ജയമായി തീരാൻ, നിങ്ങളെ ജയിപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് യുദ്ധതന്ത്രങ്ങൾ തുറന്നു തരും. ദൈവം നിങ്ങളോട് ദൈവിക സന്ദേശങ്ങൾ ദൈവാത്മാ തുറക്കാൻ തുടങ്ങും. ഇവിടെ എന്തായിരുന്നു യുദ്ധതന്ത്രം? മോശ കരമുയർത്തി നിന്നാൽ ഇസ്രായേൽ മക്കൾ ജയിച്ചിരിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മോശ കരമുയർത്തി നിന്നാൽ, സ്വർഗത്തിലേക്ക് കരമുയർത്തി നിന്നാൽ നിങ്ങൾ ജയിച്ചിരിക്കും, ഇസ്രായേൽ മക്കൾ ജയിച്ചിരിക്കും. കരം താണുപോയാലോ ഇസ്രായേൽ മക്കൾ തോറ്റിരിക്കും. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ പഴയ നിയമജനമായ ഇസ്രായേൽ മക്കൾ ജയിച്ചിരിക്കും. പക്ഷെ മോശയുടെ കരം താന്നാലോ ഇസ്രായേൽ മക്കൾ തോറ്റിരിക്കും. മോശയുടെ കൈ ഇടയ്ക്ക് താഴുന്ന സാവകാശമുണ്ടായിരുന്നു. അവൻ മാനുഷിക കരമായതുകൊണ്ട് താഴാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ താങ്ങാൻ ദൈവം അഹരോനെയും ഹൂരിനെയും അവിടെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ കരം താഴുന്ന കരമല്ല, അവൻ സർവസമയവും, അവൻ സദാസമയം നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ അവിടെ പക്ഷപാതം ചെയ്യാനുള്ളത് കൊണ്ട് ഒരു സെക്കൻഡ് പോലും നിങ്ങൾ തോക്കുകയല്ല, ഒരു സെക്കൻഡ് പോലും തോക്കുകയല്ല. ഈ വാക്യോട് വായിച്ച് നമുക്ക് വെളിപ്പാടിലൊന്ന് പ്രാർത്ഥിക്കാം. ഈ വാക്യം ഒന്ന് വായിച്ചേ, മോള് തന്നെ ഒന്ന് വായിച്ച്, ബ്രൈറ്റ് ഈ വാക്യം തന്നെ ഒന്ന് വായിച്ച്. ഞാൻ വായിക്കുന്ന വാക്യം എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി. കാരണം അമാലേക്കുമായിട്ടുള്ള യുദ്ധത്തിങ്കൽ മോശ പർവ്വതത്തിന്റെ മുകളിൽ, താഴ്വാരത്തിൽ യോശുവ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ കരമുയർത്തി നിൽക്കുന്ന മോശ ഉണ്ടെങ്കിൽ ജയം ഇസ്രായേലിന് ഗ്യാരണ്ടിയാണ്. നാം ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ജഡത്തോടും പാപത്തോടും ലോകത്തോടും പിശാചിനോടും പൊരുതി ജീവിക്കുമ്പോൾ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. അവൻ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ അവിടെ ഉണ്ടോ, നിങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയുണ്ട്. വാക്യം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു നോക്കുക. ബ്രൈറ്റ് ഇപ്പോൾ അത് പൊതുവിൽ വായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ കർത്താവ് അവിടെ ഉണ്ടോ? ഈ എബ്രായ വിശ്വാസികള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചിൽ വന്നിട്ട് അവരുടെ പല വിഷയങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് കാണാതെ പോയപ്പോൾ അവർ പിന്മാറിപ്പോകാൻ തുടങ്ങിയ സമയത്ത് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സദാസമയം ഒരുവൻ അവിടെ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവാണ്. നമുക്ക് ആ കർത്താവ് നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ പരാജയപ്പെടില്ല കേട്ടോ. ആ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിച്ച് മൈക്കെല്ലാം അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 3-4 മിനിറ്റ് നേരം നമ്മളെല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ ജയമാക്കുന്നവനാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ ജയമാക്കുന്നവനാണ്. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും ആദരങ്ങൾ തുറന്ന് ഈ വചന വെളിപ്പാട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു.
വചനം ചൊല്ലി പ്രാർത്ഥിക്കുക, വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. റാപ്പന റബശസ്കന, എവിടെയൊക്കെയാണോ ഒരു പരാജയം അനുഭവിക്കുന്നത്, എവിടെയൊക്കെയാണോ ഒരു പരാജയം തോന്നുന്നത്, അതെല്ലാം വിജയമാക്കുന്നവൻ. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുവാനായിട്ട് എന്റെ കർത്താവെ യേശുപിച്ച അവിടുന്ന് എന്റെ യേശുപിച്ച എന്റെ ദൈവമേ, ഓരോ കുടുംബങ്ങളിലും ഈ ജയത്തിന്റെ ഉത്സവം തുറന്നു വരാൻ വൈഷ പ്രൗഢവന ഘടകദനം ജയം ജയം കർത്താവേ, ജയം ആസ്വദിക്കുന്നവരാക്കി കർത്താവേ, ജയത്തിന്റെ അവകാശികളാണ്, ജയത്തിന്റെ അവകാശികളാണ് കർത്താവേ. പറഞ്ഞു കൊടുത്തതുപോലെ എപ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്ന അവർക്ക് ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായിട്ട് നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ വാക്യം കൂടെ ബ്രൈറ്റ് ഒന്ന് വായിക്കാമോ? യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ?
നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ. ദൈവം നമുക്ക് തുറന്നു നൽകുന്ന ജയം, ദൈവം മോശയോട് പറയണം, മോനെ നീ ഇതൊരു പുസ്തകത്തിൽ എഴുതണം, ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ നീ കേൾപ്പിക്കണം. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് വല്ലതും പ്രകാശിതമായോ? ഇവിടെ തമ്പുരാൻ പറയുകയാണ്, ഇപ്പം നടന്ന ജയമില്ലേ, ഇത് നീ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് നീ യോശുവയെ കേൾപ്പിക്കണം. എന്തിനാണത്? ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഇവിടെ ഞാൻ നിങ്ങളെ ജയിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ അവൻ്റെ പേര് ഞാൻ മായ്ച്ചു കളയുന്നത് വരെ ഈ ജയം ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനാൽ ജയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധം നിങ്ങളുടെ അകത്ത് ഓർമ്മ വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മേഖലകളെ നിങ്ങളുടെ അകത്തത് ഓർമ്മയായിട്ട് വരുന്നുണ്ടോ? നിങ്ങളെ ദൈവം ജയിപ്പിച്ച യുദ്ധങ്ങൾ നിങ്ങൾ ഓർക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊരു വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നുപോയി. നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, വേറെ ആരോടും പറഞ്ഞില്ല. ദൈവം അത്ഭുതകരമായിട്ടൊരു വ്യക്തിയോട് ഇടപെട്ട് നിങ്ങളെ അവരിൽ ജയിപ്പിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലൊരു വലിയ പ്രയാസം തലമുറകളുടെ മേൽ വന്നപ്പോൾ ദൈവം അതിനെ ജയിപ്പിച്ചോ? നിങ്ങളുടെ ശരീരത്തിന് ഒരു മാരക രോഗം വന്നപ്പോൾ അതിൻ്റെ മേൽ ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നോ? നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയ സന്ദർഭങ്ങളിൽ ദൈവം ഒരുക്കിയ ജയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ജയങ്ങൾ, ഇന്നലെ ദൈവം ഒരുക്കിയ ആ ജയങ്ങൾ നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങളത് അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നത്, അടുത്ത തലമുറയ്ക്ക് യുദ്ധങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവർക്കത് ധൈര്യമായി, അവർക്കത് ഉറപ്പായിട്ട് വെളിപ്പെട്ട് വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നാം ഒരു തലമുറ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ജയകരമായി ജീവിക്കുന്നു. അല്ല, ഇന്നു മുതൽ ആ തലത്തിലേക്ക് പണിയപ്പെടാൻ പോവുകയാണ്. നീ എഴുതി വെക്കണം. എഴുതി വെച്ചില്ലേലും വേണ്ടില്ല, ഓർമ്മയിൽ അത് പ്രമുഖമായ സ്ഥാനത്ത് നിർത്തണം. ഞങ്ങൾ ജയിച്ചത്, ഞങ്ങളെ ജയിപ്പിച്ച ഒരുവനുണ്ട് കേട്ടോ. പർവ്വതത്തിന്റെ മുകളിൽ അഹരോനും ഹൂരും കൂടെ മോശയുടെ ഇരുപുറവുമായി നിന്ന് അവർ ഒരുമിച്ച് നിന്നപ്പോഴാണ് താഴ്വാരത്തിൽ ജയം മടക്കാൻ തുടങ്ങിയത്. നമ്മുടെ തലമുറകൾ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ തലമുറകൾ പഠനമേഖലകളാണ്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, പലരും താഴ്വരയിലാണ്. അവർക്കവിടെ ജയമൊരുക്കുന്നത് ദൈവസന്നിധിയിൽ പർവ്വതമുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മുടെ കർത്താവ് മധ്യസ്ഥനായി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അടയ്ക്കുമ്പോൾ തന്നെ ഈ രാവിലെ നമുക്ക് ഇത്രയും പേർക്ക്, 50 പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ മറന്നുപോകരുത്, ഈ പ്രാർത്ഥന താഴ്വരയിൽ നിൽക്കുന്നവർക്ക് ജയത്തിനൊരു അടിസ്ഥാനമായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചെറിയ ചെറിയ ജയങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമെന്ന് ഓർത്തു നോക്കി. ചെറിയ ചെറിയ ജയങ്ങൾ, നിങ്ങളൊന്നുമല്ലാതെ കടന്ന സന്ദർഭങ്ങൾ, ആരുമില്ലാതെ കടന്ന സന്ദർഭങ്ങൾ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, നിങ്ങളെ പരീക്ഷ ജയിച്ചപ്പോൾ, പരീക്ഷ അഭിമുഖീകരിച്ചപ്പോൾ തോറ്റുപോകുമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്താൽ നടന്ന ജയങ്ങൾ ഒക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും ഒരു ജോലി കിട്ടില്ലെന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ അത്ഭുതകരമായി വഴി തുറന്നൊരു ജോലി തന്ന സന്ദർഭങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ തന്ന ദൈവം നൽകിയ ജയങ്ങളൊക്കെ ഒന്ന് ഓർത്തേ. ഇതുവരെ നിങ്ങളെ ജയിപ്പിച്ച് കൊണ്ടുവന്ന കർത്താവ് ഇതുവരെ ചില സന്ദർഭങ്ങളാണ് ജയിപ്പിച്ചത്. പക്ഷെ ഇന്നു മുതൽ നമുക്ക് ഉറപ്പോടെ പറയാം, നമ്മുടെ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നവനാണ്. ജയത്തിന്റെ ഉത്സവം നിങ്ങളുടെ ഭവനങ്ങളിൽ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ദൈവം പറയുകയാണ്, മോശയോട് പറയും, മോശേ നീ ഒരു പുസ്തകത്തിൽ എഴുതണം, എന്നിട്ട് നീ അത് യോശുവയെ കേൾപ്പിക്കണം. ഇത് കഴിഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? പുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, മോശ ഒരു യാഗപീഠം അങ്ങ് പണിതു. മോശയോട് പറഞ്ഞത് പുസ്തകത്തിൽ എഴുതി വായിച്ചു കേൾപ്പിക്കാനാ. മോശ ഒരിക്കലും ആരും മറന്നു പോകാതിരിക്കത്തക്കവണ്ണം ജയിപ്പിച്ച കർത്താവിന് അവനൊരു ആരാധന കൊടുത്തു. എന്നിട്ട് ആരും മറക്കാതിരിക്കണവന് അതിന് മറ്റൊരു പേരും കൂടി കൊടുത്തു. എൻ്റെ ദൈവം ജയത്തിൻ്റെ കൊടിയാണ്, ജയത്തിൻ്റെ കൊടിയാണ്, ജയത്തിൻ്റെ കൊടിയാണ്. ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത 3-4 മിനിറ്റ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദൈവം എവിടെയെങ്കിലും ഒരു ജയം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ജയം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് ദൈവത്തിന് യാഗമർപ്പിച്ച്, അത് ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രത്തോട് പ്രാർത്ഥിച്ച് ലാഭ റബശസ്കനാബിന മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ആൾക്കഥന ദൈവം ഒരിക്കൽ ജയം ഓർക്ക്, ദൈവം നടത്തിയ വഴികൾ ഓർക്ക്, ദൈവം നമുക്ക് തുറന്നു നിന്ന നന്മകൾ ഓർക്ക്. ഷാബ
ഇന്ന് തുറക്കാത്ത, ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ പലതുണ്ടായിരിക്കാം. പക്ഷെ ഇന്നലകളിൽ എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര വിടുതലുകൾ, എത്രയെത്ര വഴികളാണ് അവൻ തുറന്നത്. ഇങ്ങനൊരു ജയത്തിന്റെ ദൈവം എനിക്കുണ്ടല്ലോ, ഇങ്ങനൊരു ജയത്തിന്റെ ദൈവം എനിക്കുണ്ടല്ലോ. എന്റെ ജീവിതം പരാജയപ്പെട്ട് അത് പരാജയത്തിന്റെ പടുകുഴിക്കകത്ത് യോസഫ് കിടന്നതുപോലെ പൊട്ടക്കുഴി കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നല്ലോ. അതിലും എന്നെ കയറ്റിയ കർത്താവ്, എന്റെ ജീവിതം ജയമാക്കിയ കർത്താവ്, ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ആ ദൈവത്തിന് ഞാനൊരു യാഗപീഠം പണിയുകയാ. ഇന്ന് രാവിലെ ഞങ്ങളൊരു യാഗപീഠം പണിയുന്നു പിതാവേ. ഇന്ന് രാവിലെ ഞങ്ങളൊരു യാഗപീഠം പണിയുന്നു പിതാവേ. ഞങ്ങൾക്ക് നൽകിയ ജയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ ജയമാക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഈ മുഴു കുടുംബങ്ങളും ജയമായി മാറുന്നതിനായി സ്തോത്രം. ജയിപ്പിക്കുന്നവന്റെ കരം, ജയിപ്പിക്കുന്നവന്റെ കരം, ജയിപ്പിക്കുന്നവന്റെ കരം, ജയിപ്പിക്കുന്നവന്റെ കരം, ജയിപ്പിക്കുന്നവന്റെ കരം ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേൽ തുറന്നു നിൽക്കട്ടെ പിതാവേ. ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേൽ തുറന്നു നിൽക്കട്ടെ കർത്താവേ. ജയിപ്പിക്കുന്നവന്റെ കര, ജയിപ്പിക്കുന്നവന്റെ കര, ജയാളിയായവന്റെ കര, ജയിപ്പിക്കുന്നവന്റെ കര ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേൽ തുറന്നു നിൽക്കട്ടെ കർത്താവേ. ലാഭ ഹത്തുരാധന. ഞങ്ങളുടെ എല്ലാ ജയങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ജയങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുക. ഞങ്ങൾക്ക് തുറന്നു തന്ന എല്ലാ ജയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഇന്ന് രാവിലെ മുതൽ അടുത്ത ജയത്തിന്റെ ഉത്സവം അത് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും തുറക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ജയത്തിന്റെ കൊടി കൊണ്ടാടുന്നത് ജയത്തിന്റെ കൊടി എന്റെ കർത്താവെ, ജയത്തിന്റെ കൊടി കാണാനായിട്ട് അവകാശപ്പെട്ടവരാ കർത്താവെ. ക്രിസ്തുവിൽ ഞങ്ങൾ ജയിച്ചവരാണ് എന്റെ കർത്താവെ. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയാണ് സകല അതോറിറ്റിയും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്റെ കർത്താവെ. യേശുവെ മറന്നുപോകാതെ കർത്താവെ ഇത് വെളിപ്പാടാക്കി ക്രിസ്തുവിൽ ഞങ്ങൾ ജയിച്ചതാണ്. യഹോവ നിസ്സിയാണ് എന്റെ കർത്താവെ. യേശുവിച്ച ഹല്ലേലൂയ. ഒന്നിനും ഒരിക്കലും കർത്താവെ യേശുവിന്റെ ജയം കൊണ്ടാടുന്ന കർത്താവെ യേശുവിച്ച ജയത്തെ കർത്താവെ യേശുവിച്ച സാക്ഷ്യമാക്കി കർത്താവെ ഞങ്ങളിപ്പോ അനുഭവിക്കുന്ന കർത്താവെ ഇതിന്മേൽ കർത്താവെ കർത്താവെ ജയത്തിന്റെ ഉത്സവം ഈ ജയം കർത്താവെ യേശുവിച്ച സാക്ഷ്യങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളുടെ പട്ടികയിൽ കർത്താവെ അനേകന്റെ മുമ്പിൽ കർത്താവെ സാക്ഷ്യമായിട്ട് ബലഹീനമായിട്ടിരിക്കുമ്പോ നിന്റെ ശക്തിയാണല്ലോ കർത്താവെ കർത്താവെ പോകാതെ
ക്രിസ്തുവിനും അവന്റെ അമിത ബലത്തിലും കർത്താവേ ഈശോയിൽ ക്രിസ്തീയ ജീവിതത്തെ അപ്പോസ്തലനായ പൗലോസ് ഒരു പോർക്കളത്തോടാണ് ഉപമിക്കുന്നത്. പൗലോസ് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും മാത്രം നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ട ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. നമുക്ക് പോരാട്ടമുണ്ട്. പിശാചിൻ്റെ ശക്തി കേന്ദ്രങ്ങളെയും അവൻ്റെ അധികാരത്തെയും അവൻ്റെ പ്രവർത്തന പദ്ധതികളെയും നമുക്ക് അതിജീവിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ മഹിമ തുറക്കുവാൻ നമുക്ക് പോരാട്ടം വെച്ചിട്ടുണ്ട്. നമ്മളോട് പോരാട്ടമല്ല, നമുക്ക് പോരാട്ടമുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ഈ പോർക്കളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അവൻ്റെ വചനമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്താണ് നമ്മൾ അവന് നേരെ പോരാടുന്നത്. നമ്മൾ പറയുന്ന വചനമാണ് രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്തുമാണ് നമ്മൾ അവന് നേരെ പോരാടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനമെന്ന ആത്മാവിൻ്റെ വാള് നിങ്ങൾ എടുത്ത് പ്രഖ്യാപിക്കണം. ഇത് പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുകയും നിങ്ങളുടെ സകല മേഖലകളും ദൈവത്തിൻ്റെ ജയം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ നമുക്ക് ധ്യാനിക്കാം. കഴിയുമെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി മുതൽ നമ്മുടെ ന്യൂ കവനൻറ്റിൻ്റെ ക്ലാസ്സുകളും നാളെ പകൽ മുതൽ നാളെ മറ്റന്നാളും നമ്മുടെ മത്തായി സുവിശേഷം കിങ്ഡത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ ഈ ആഴ്ച എടുക്കാം. എനിക്ക് ഈ ആഴ്ച ഇച്ചിരി ദിവസം ഒഴിവുണ്ട്. അടുത്ത ആഴ്ചയും ഞാൻ വീണ്ടും മധ്യപ്രദേശിൽ മിഷൻ ട്രിപ്പായിട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കിട്ടുന്ന 1-2 ആഴ്ചകൾ പരമാവധി ക്ലാസ്സുകൾ കുറച്ചധികം എടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ കുടുംബങ്ങളെ മുഴുവൻ നമുക്ക് കണ്ടമാനം വിഷയങ്ങൾ, ഈ കുടുംബങ്ങൾ ആവശ്യങ്ങൾ, അവസ്ഥകളുണ്ട്. നമ്മളല്ലാതെ നമുക്ക് വേണ്ടി ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വേറെ ആരുമില്ല. ദൈവാത്മാവ് ചില വ്യക്തികളെ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മധ്യസ്ഥത അണയ്ക്കുന്ന കർത്താവ് പ്രാർത്ഥനയുടെ ഭാരം ചില വ്യക്തികളുടെ അകത്ത് പകർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഞാനിപ്പോൾ എല്ലാവരും വിഷയങ്ങൾ കൂടെ ഇപ്പോൾ പറയുന്നില്ല. നമുക്കൊരു ദിവസം നാളെയോ മറ്റന്നാളോ നമുക്ക് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള 5-6 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ഈ കുടുംബങ്ങൾ, ഈ 50 കുടുംബങ്ങൾ, ഇനി വരാനുള്ള കുടുംബങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളൊക്കെ പലരുണ്ട്. കണ്ടമാന വേദനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കഠിനമായ രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവർ, തലമുറകളുടെ ഭാവി, ഇനിയും ഇതിനകത്ത് തലമുറകളുടെ ഭാവി, വിവാഹപരമായ കാര്യങ്ങൾ നടക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്. ശാരീരികമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന തലമുറകളുണ്ട്. ഭാവി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കളുടെ ഭാവി, വിവാഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, നേരത്തെ തനുജ സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ചില സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരം കർത്താവിന് തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പഠന മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. കൺഫ്യൂഷനിലായിട്ടിരിക്കുന്നവരുണ്ട്. ജോലിപരമായ കാര്യങ്ങൾ വഴിയടഞ്ഞു നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ പഠനം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഈ SSLCയും +2 ഒക്കെ പാസ്സായിട്ട് അടുത്ത കോഴ്സ് ചേരണം, എവിടെ ചേരണം, എങ്ങനെ ചേരണം, അത് ഡൊണേഷൻ കൊടുക്കണം, ഇങ്ങനെ കുറേ ഭാരങ്ങൾ നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഏത് കോഴ്സിന് ചേരണം, കുറേ പ്രശ്നങ്ങൾ കർത്താവ് ഈ മക്കൾ അനുഭവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഗ്യാരണ്ടി പറയാം കേട്ടോ, നിങ്ങൾ ശരിക്കും സമയമെടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ കൃത്യമായിട്ട് ദൈവാത്മാവ് കാണിക്കും കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കണം, നിങ്ങളിത് പ്രവാചകന്മാരോട് ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എത്ര പ്രവാചകന്മാരോടാണോ ചോദിക്കുന്നത് അത്രയധികം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം ചിലപ്പോൾ അവർ പല സ്ഥലത്ത് പറയും. ഞാൻ പ്രവചന ശുശ്രൂഷയെ അവഹേളിക്കുന്നതല്ല, നിങ്ങളങ്ങനെ ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കൃത്യമായിട്ട് ദൈവം നിങ്ങളെ കാണിക്കും. അല്ല, നിങ്ങളെ ദൈവം കാണിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ നിങ്ങളോട് ദൈവദാസന്മാർ വിളിച്ചു പറയും, അവരെ കാണിച്ചിട്ട് വിളിച്ചു പറയും.
അങ്ങനത്തെ ദൈവാത്മാവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾക്ക് വേണ്ടി, അടുത്ത കോഴ്സുകൾക്ക് വേണ്ടി, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി, പഠന മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഇന്ന് കലാലയം തുറക്കുന്നല്ലോ, നമ്മൾ നേരത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ടമാനം ആവശ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. വിടുതലുണ്ടാകേണ്ട തലമുറകളുണ്ട്, വിവാഹം നടക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, ജോലിപരമായ കാര്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടവരുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും വിഷയങ്ങളെ മുഴുവൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസമായിട്ട് ഈ മാസം മാറ്റേണ്ടതിന്, ഈ മാസം ഭയങ്കര ജയത്തിൻ്റെ മാസമായി മാറേണ്ടതിന്, ജയത്തിൻ്റെ ഉത്സവം തുറക്കുന്ന മാസമായി മാറേണ്ടതിന്, എത്ര ശൂന്യമാണെങ്കിലും, ഇന്നലെ രാവിലത്തെ മെസ്സേജിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ മെസ്സേജ് ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചർച്ചയിലെ ഇന്നലത്തെ പകലത്തെ മെസ്സേജ് കേൾക്കുന്നത് നല്ലതാണ്. ഉടമ്പടിയുടെ വെളിപ്പാട് അതിനകത്ത് ആഴമായി ദൈവാത്മ തുറക്കുന്നൊരു സന്ദേശമായിരുന്നു. നിർത്താൻ പറ്റാത്ത നിലയിൽ കർത്താവ് എന്നെ കൊണ്ടുപോവുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ജയത്തിൻ്റെ ഉത്സവമാക്കി മാറ്റേണ്ടതിന് 6-ാം ദിവസമാണ് ദൈവം ശൂന്യമാക്കപ്പെട്ട പാഴാക്കപ്പെട്ട ഭൂമിയിൽ ദൈവത്താലുള്ള രൂപീകരണം ദൈവാത്മ നടത്തുന്നത്. ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപീകരിച്ച് അവൻ്റെ മേൽ ജീവശ്വാസമൂതി, അവൻ്റെ മേൽ ആത്മാവിനെ പകർന്ന്, അവൻ്റെ മേൽ തേജസ്സിനെ തുറന്ന്, അവൻ്റെ മേൽ അധികാരം തുറന്ന്, അവൻ്റെ ഡെസ്റ്റിനിയുടെ വലിപ്പം ദൈവാത്മ തുറന്നു കാണിച്ച് അവനെ മഹത്വത്തോടെ നിർത്തിയത് 6-ാമത്തെ ദിവസമാണെങ്കിൽ, ഈ 6-ാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഡെസ്റ്റിനികളിലേക്ക്, ദൈവിക ഡെസ്റ്റിനിയിലേക്ക് ദൈവാത്മാവ് കരം വെക്കുന്ന മാസമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് തുറവികൾ നൽകട്ടെ, ജീവന്റെ കൈമാറ്റം നടക്കട്ടെ, ആ മഹത്വത്തിന്റെ വലിയ പകർച്ചകൾ സംഭവിക്കട്ടെ. ദൈവാത്മാവ് അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾ പണിത് പുറത്തിറക്കുന്ന മാസമായി മാറട്ടെ. അടുത്ത 2-3 മിനിറ്റ് വരും എല്ലാ മൈക്ക് വൺ മ്യൂട്ട് പ്രാർത്ഥിച്ചു. ഷാബൽ കടകദന, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു ബ്ലെസ്സഡ് മാസമായി മാറേണ്ടവന് എല്ലാ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അടിമത്തങ്ങൾ പൊളിക്കുന്ന, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ തുറക്കുന്ന, ദൈവശക്തിയുടെ മഹിമ തുറക്കുന്ന, ദൈവത്താൽ നിങ്ങൾ പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹീത മാസമായി മാറേണ്ടവനായി അടിമത്തത്തിൽ പെട്ടുകിടക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ അങ്ങ് തുടരണവന്, ദുരാത്മാക്കൾക്ക്, പലവിധത്തിലുള്ള ആത്മാക്കൾക്ക് വിധേയപ്പെട്ട് കിടക്കുന്നവരെ കർത്താവ് ഇന്ന് രാവിലെ പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടവന്, രോഗികളായി കിടക്കുന്നവരെ പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടവന്, ഭാവി സംബന്ധമായി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് വഴികൾ തുറക്കേണ്ടവന്, വിവാഹപ്രായമായവർക്ക് കർത്താവ് തക്ക തുണയെ കർത്താവ് നൽകേണ്ടവന്, ലബൽ ഘടകവിന് പഠന സംബന്ധമായി തെരഞ്ഞെടുക്കേണ്ട കലാലയങ്ങളെ ദൈവാത്മാവ് കാണിച്ചു കൊടുക്കേണ്ടവന്, ലിബാന ഹത്തുൽ പ്രൗഷമന ഹദുരബന ഘടകനും ലാദൽ ഖദാനബ ശഭ പ്രൗഷബന ഹത്തുൽ പ്രൗഡബന ഹദരജന ഗദുരബന ഹത്തൽ ഘടകദന ജഗ ശസ്കനാദിരാദനാദന അന്തൽ പ്രൗഡബന ഹദുരബന ജനഗദുരബന ഗക്ഷ പ്രൗഡബന ഹത്തുൽ പ്രൗഡബന ഘടകദനം ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. ചിലരുടെ മെസ്സേജുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ ചിലതിന് മറുപടി കൊടുത്തിട്ടില്ല. എനിക്കത് ഏതൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല. നിങ്ങൾ ആരും എന്നോട് അങ്ങനെ പിണങ്ങരുത്. എല്ലാവർക്കും എനിക്ക് മെസ്സേജ് അയക്കാം. സാധാരണഗതിയിൽ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് അയക്കാതിരിക്കില്ല. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട്, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് മറുപടി തന്നിട്ടില്ലെങ്കിൽ ഈ ആഴ്ച എന്നെ ഓർപ്പിച്ചാൽ എനിക്ക് റെസ്റ്റുള്ള ആഴ്ചയാണ് ഈ ആഴ്ച. ഞാനതിനെ മറുപടി നൽകാൻ ശ്രമിക്കാം. ആരോടെങ്കിലും തിരിച്ച് പ്രതികരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിഷമമായിട്ട് ചിന്തിക്കരുത്. എനിക്ക് അങ്ങനത്തെ സ്വാഭാവികമായൊരു ശീലം എനിക്കില്ല. പക്ഷേ അത്ര തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കർത്താവ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായ മാസമാക്കി ഈ മാസം മാറ്റട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ, വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളെ കൂടെ ചേർത്ത് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഈ പ്രാർത്ഥനാ സെക്ഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ ഇത്രയും പേർക്ക് കടന്നു വന്ന് ഒരുമിച്ച് ഇതുവരെയും പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ധ്യാനിച്ചതുപോലെ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഞങ്ങളിൽ കൂടെ തുറക്കുകയും ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ സൗരഭ്യമാക്കി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ഈ മാസം മുഴുവൻ അങ്ങ് നടത്തേണ്ടവനായി അല്ല, നിത്യതയിലേക്ക് ഞങ്ങൾ എത്തുന്നവരെ നടത്തേണ്ടവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം, ബുദ്ധിയെ തുറന്നു കൊടുക്കണം. അവർക്ക് കർത്താവ് ഒരു ഡിവൈൻ ഹെൽത്ത് കർത്താവ് അവർക്ക് നൽകണം. ഒരു ഡിവൈൻ കൾച്ചർ, കിങ്ഡം കൾച്ചർ കർത്താവ് അവർക്ക് തുറന്നു കൊടുക്കണം. ഒരു അടിമത്തത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെടരുത്. കുഞ്ഞുങ്ങളെ അങ്ങ് സൂക്ഷിക്കണമേ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അധ്യാപികമാർ അവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കൂടെ ഇരിക്കണം. ഒരു കിങ്ഡം കൾച്ചർ അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവരെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടല്ലോ കർത്താവ്, അവർക്കൊക്കെ കർത്താവ് വരങ്ങൾ തുറന്നു കൊടുക്കണമേ കർത്താവെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, കർത്താവിനെ അവരെ കൂടെ പഠിക്കുന്നവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് തുറന്നു കൊടുക്കുവാൻ കർത്താവ് അവരെ സഹായിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിഭിന്ന ആവശ്യങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്നവരുണ്ട് കർത്താവ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവർ ഇവൻ്റെ മടിയിലുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരുവൻ ബലഹീനാണെങ്കിൽ ശക്തന്മാർ അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കട്ടെ എന്ന വചനപ്രകാരം ഇതിനകത്ത് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി, ഇതിനകത്ത് സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടി, കടഭാരമുള്ളവർക്ക് വേണ്ടി കർത്താവെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകിയ എത്രയോ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സഹോദരന്മാർ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവരെല്ലാം ദൈവാത്മാവിൽ വളരട്ടെ, ദൈവവചനപ്രകാരം വളരട്ടെ, ദൈവ സ്വഭാവത്തിൽ വളരട്ടെ, ദൈവകൃപയിൽ വളരട്ടെ. ഞാനിവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവമാക്കി വെച്ച ഓഫീസിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം അനുഗ്രഹമാകട്ടെ, തലമുറകൾ അനുഗ്രഹമാകട്ടെ, എല്ലാ മേഖലകളിലും ഇവർ അനുഗ്രഹമാകട്ടെ. ദൈവിക നിറവുകളാൽ നിറയ്ക്കണമേ അപ്പ, ദിവ്യ സ്വഭാവത്താൽ നിറയ്ക്കണമേ അപ്പ. കൃപ കൂടിയിരിക്കണമേ, ജയോത്സവമായി നടത്തണമേ. മഹിമ കുഞ്ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മുടപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.